എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഇന്ധന വില കൂടുകയാണ്, ഗ്യാസ് വില കൂടുകയാണ്, അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് ദിനം പ്രതി കൂടി വരികയാണ്. നമ്മുടെ നിത്യ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ബില്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സോളാർ സിസ്റ്റത്തിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് സബ്സിഡി കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ സോളാറൊന്നും വെക്കാതെ നമുക്ക് ഈ ഒരു വൈദ്യുതി എങ്ങനെ ക്രമീകരിക്കാം, വൈദ്യുതി ബില്ല് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വലിയ മാജിക്കൊന്നുമല്ല കാണിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ടുള്ള സൂക്ഷ്മതയാണ് അതിന് വേണ്ടത്. നിലവിൽ ഒരു ഗാർഹിക ഉപയോഗത്തിന് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ 2 മാസത്തേക്കാണ് നമുക്ക് വൈദ്യുതി ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതി ബില്ല് വരുന്നത് ഇങ്ങനെയാണ്. അതായത് 40 യൂണിറ്റ് വരെ ₹1.50, 41 മുതൽ 50 യൂണിറ്റ് വരെയാണെങ്കിൽ ₹3.15, 51 മുതൽ 100 യൂണിറ്റ് വരെയാണെങ്കിൽ ₹7.70, 1 മുതൽ 150 യൂണിറ്റ് വരെയാണെങ്കിൽ ₹4.80, 151 മുതൽ 200 യൂണിറ്റ് വരെയാണെങ്കിൽ ₹6.40. അതിലും മുകളിൽ ഇനി 201 മുതൽ 250 വരെയാണെങ്കിൽ ₹7.60. ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് ചാർജുകൾ വരിക. അപ്പോൾ ഇതൊക്കെ ഓരോ യൂണിറ്റിനും 40 വരെയുള്ള യൂണിറ്റിന് ഒരു ചാർജ്, 50 വരെയുള്ള ഒരു യൂണിറ്റിന് ഒരു ചാർജ്, ആ ഒരു രീതിയിലായിരിക്കും. ഇനി 251 മുകളിലുള്ളതാണെങ്കിൽ എല്ലാ യൂണിറ്റിനും ഒരു ഫിക്സ്ഡ് ചാർജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 250 താഴെ എത്തിച്ചാൽ 1000 താഴെയായിട്ട് എത്തിക്കാൻ കഴിയും. അതിന് മുകളിൽ കൂടുകയാണെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള തുക നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നതാണ്. ഇതിന് പുറമെ ഫിക്സ്ഡ് ചാർജ്, മീറ്റർ ചാർജ്, അതുപോലെ തന്നെ മറ്റ് ചാർജുകളെല്ലാം കൂടിയിട്ടായിരിക്കും വൈദ്യുതി ബില്ല് വരിക. 2 മാസത്തിലാണ് നമുക്ക് വൈദ്യുതി ബില്ല് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ, ഇനി വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് വീടുകളിൽ ചെയ്യുന്ന സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് വൈദ്യുതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, അതുപോലെ തന്നെ ഹെയർ ഡ്രയർ, നമ്മൾ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ, അത് ഏകദേശം വെച്ചാൽ 1 യൂണിറ്റ് ചിലവാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററുകൾ, അതുപോലെ തന്നെ AC, ഓവൻ, ഇസ്തിരിപ്പെട്ടി, അതുപോലെ കറണ്ട് ഉപയോഗിച്ചുള്ള പാചകം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യ സമയം വെക്കുക. ഏറ്റവും കൂടുതൽ പീക്ക് സമയങ്ങളിൽ, അതായത് വൈകുന്നേരത്ത് 5 മണി മുതൽ രാത്രി 10 വരെ ഈ ഒരു സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അത് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പഴയ ഉപകരണങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മുമ്പുള്ള ഉപകരണങ്ങളായിരിക്കും പഴയത്. ഏറ്റവും കൂടുതൽ എല്ലാ സീലിംഗ് ഫാനുകളൊക്കെ മാറ്റിയിട്ട് BLDC സീലിംഗ് ഫാൻ ആക്കുകയാണെങ്കിൽ വൻ തോതിലുള്ള വൈദ്യുതി കുറയ്ക്കാൻ കഴിയും. കൺട്രോളിനൊക്കെയുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഫാനുകളാണ്. കുറച്ച് പണം ചിലവാകും, പക്ഷേ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. ഒരു 4 മാസത്തെ വൈദ്യുതി ബില്ല് ലാഭിച്ചാൽ തന്നെ ഈ ഫാനിൻ്റെ വില മുതലാകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫാനുകളിലേക്ക് മാറുക. സാധാ പഴയ സീലിംഗ് ഫാനുകൾ ഒഴിവാക്കിയാണ് വൻ തോതിലുള്ള ഈ ഒരു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ CFL ലാബുകളും അതുപോലെ തന്നെ പഴയ ബൾബുകളൊക്കെ മാറ്റിയിട്ട് മുഴുവൻ LED ബൾബുകളിലേക്കും LED ട്യൂബുകളിലേക്കും മാറുക. പകൽ സമയത്തെ കാറ്റും വെളിച്ചവും പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാട്ടർ പമ്പ് പഴയതാണെങ്കിൽ തോതിൽ കറണ്ട് ചിലവാകുന്നതാണ്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രിഡ്ജ്, AC ഇവയൊക്കെ വാങ്ങുന്ന സമയത്ത് BEE സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് വാങ്ങുക. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഉള്ള സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ അതിന് വൈദ്യുതി വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, TV പോലുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കി പോകുമ്പോൾ ഈ പ്ലഗ് കൂടി ഒന്ന് ഊരിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. അതങ്ങനെ കുത്തിവെക്കുന്ന സമയത്ത് ഏകദേശം 0.5 വാട്ട് വരെ വൈദ്യുതി നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഉപകരണങ്ങളുടെയും വൈദ്യുതി ഉപയോഗിച്ച ശേഷം മാക്സിമം ആ പ്ലഗ് പോയിന്റിൽ, പവർ പോയിന്റിൽ തന്നെ ഓഫ് ചെയ്യുക. മാക്സിമം സ്വിച്ചിൻ്റെ ആ ഒരു പ്ലഗ് വലിച്ചു ഊരിയിടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. സാരമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി വൻ തോതിൽ കുറയ്ക്കാൻ കഴിയും. മൊബൈൽ ചാർജറൊക്കെ വെറുതെ കുത്തി ഓണാക്കിയിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് വെറുതെ ആവശ്യമില്ലെങ്കിൽ അതൊക്കെ
ഊരി മടക്കി എടുത്ത് വെക്കുക. ഇത്ര DC മോഡായാൽ പോലും നമുക്ക് അത് ഒരുപാടാകുന്ന സമയത്ത് ഒരു യൂണിറ്റൊക്കെ അധികമാകും. ഈ ഒരു യൂണിറ്റൊക്കെ കുറച്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് വലിയ തോതിലുള്ള കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ KSEB നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പഴയ വീട്ടിലൊക്കെ ഇപ്പോഴും ഫ്യൂസുകളെല്ലാം മാറ്റി RCCB വീട്ടിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ വൈദ്യുതി ചോർച്ചയും ഇലക്ട്രിക് ഷോക്കും ഒഴിവാക്കാനാകും എന്ന് KSEB പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ വൈദ്യുതി ചോർച്ച നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ക്രമീകരണങ്ങൾ വരുത്തിയാൽ പോലും ബില്ലിൽ വൻതോതിലുള്ള വർധനവുണ്ടാകും. അത് ക്രമീകരിക്കാൻ വേണ്ടി RCCB സ്ഥാപിക്കുന്നത് നല്ലതാണ് എന്ന് KSEB ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.